പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വീഡിയോ നിങ്ങളെ ഇംഗ്ലീഷ് പരീക്ഷ ജയിപ്പിക്കുവാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് വളരെയധികം പ്രയാസമേറിയ കുട്ടികളുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരീക്ഷ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മാത്രം മതി എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി മാത്രം പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. പ്രധാനമായും 4 കാര്യങ്ങൾ പഠിക്കുവാനാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഒന്നാമതായി, ഫോക്കസ് ഏരിയ വിഭാഗത്തിലുള്ള പാഠങ്ങളുടെ ചെറിയ ഒരു സംഗ്രഹം എന്ന് പറഞ്ഞാൽ 5-6 സെൻറ്റൻസുകൾ മാത്രം പഠിക്കുക. വളരെ ലളിതമായ രീതിയിൽ എഴുതിയ ഈ 6 സെൻറ്റൻസുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിമം മാർക്ക് ലഭിക്കുന്നതാണ്. എന്നുവെച്ചാൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്കറിയില്ല എങ്കിൽ ആ ചോദ്യം ഏതു പാഠത്തിൽ നിന്നാണോ ചോദിച്ചിരിക്കുന്നത് ആ പാഠത്തിൻ്റെ ചെറിയൊരു സംഗ്രഹം എഴുതിയാൽ നിങ്ങൾക്ക് മിനിമം മാർക്ക് കിട്ടും. ഇങ്ങനെയുള്ള മിനിമം മാർക്കുകൾ എല്ലാം കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ജയിക്കുവാനുള്ള മാർക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി നിങ്ങളോട് പഠിക്കാനായി ആവശ്യപ്പെടുന്നത് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് എ പോം എന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ +1 ഇംഗ്ലീഷ് പരീക്ഷയുടെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. ഒരു പോം നിങ്ങൾക്ക് തരും, ഒരു കവിത നിങ്ങൾക്ക് തരും. ആ കവിതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതണം. ആ കവിത എന്തെങ്കിലും ആകട്ടെ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എങ്കിലും നിങ്ങൾ ഒരു 6 സെൻറ്റൻസ് എഴുതണം. മിനിമം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ വാക്യങ്ങളാണ്, എന്തൊക്കെ സെൻറ്റൻസുകളാണ് എഴുതേണ്ടത് എന്നുള്ളതും ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി പഠിക്കാനുള്ളത് പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകും. ആ വിശദാംശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കണം. വിശദാംശങ്ങൾ ഹിൻസ് ആയിട്ടായിരിക്കും നൽകുന്നത്. ആ ഹിൻസ് വായിച്ച ശേഷം നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കണം. നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല എങ്കിലും ഹിൻസ് എല്ലാം കൂടി എങ്ങനെയെങ്കിലും യോജിപ്പിച്ച് സെൻറ്റൻസിലാക്കി ഒരു പാരഗ്രാഫ് എഴുതണം. മിനിമം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നാലാമതായി നിങ്ങളോട് പറയാനുള്ളത്, പരീക്ഷയ്ക്ക് പ്രൈസി റൈറ്റിംഗ് എന്ന ഒരു ചോദ്യമുണ്ട്. ഒരു വലിയ പാരഗ്രാഫ് തന്ന ശേഷം അത് 3-1 ചുരുക്കി എഴുതാനായി പറയും. അപ്പോൾ ആ പാരഗ്രാഫ് നിങ്ങൾ 2-3 തവണ വായിച്ച ശേഷം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റൻസുകൾ എല്ലാം കൂടി പെറുക്കി എഴുതി ഒരു ചെറിയ പാരഗ്രാഫാക്കി മാറ്റണം. അങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം മാർക്ക് കിട്ടും. കൂടാതെ നിങ്ങൾ എഴുതിയത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് ലഭിക്കും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ വലിയ പാരഗ്രാഫ് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് നിങ്ങൾ കരുതുന്ന എന്തെങ്കിലും എടുത്ത് 3-1 ചുരുക്കി എഴുതേണ്ടതാണ്. ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ മിനിമം മാർക്കുകൾ എല്ലാം കൂടി ചേർന്നാൽ, അതായത് സംഗ്രഹം, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് എ പോം, പ്രൊഫൈൽ റൈറ്റിംഗ്, പ്രൈസി റൈറ്റിംഗ്, ഇങ്ങനെയുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മിനിമം മാർക്കുകൾ എല്ലാം കൂടി ചേർന്നാൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പഠന കാര്യങ്ങളിലേക്ക് പോകാം. സമ്മറി ഓഫ് ദ ലെസൺസ്. ഫോക്കസ് ഏരിയ ആയി നൽകിയിരിക്കുന്ന പാഠങ്ങളുടെ ചെറിയൊരു സമ്മറിയിലേക്ക് നമുക്ക് പോകാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. The seagull was afraid to fly because of lack of self-confidence. ആത്മവിശ്വാസക്കുറവ് കാരണം കടൽക്കാക്ക പറക്കാൻ ഭയപ്പെട്ടു. ഹിസ് പേരൻസ് കെയിം ആൻഡ് സപ്പോർട്ടഡ് ഹിം. അവൻ്റെ മാതാപിതാക്കൾ വന്ന് അവനെ പിന്തുണച്ചു. ഹി വാസ് ടു അഫ്രൈഡ്. അവൻ വളരെയധികം ഭയപ്പെട്ടു. ഹിസ് പേരൻസ് സ്റ്റാർവ്ഡ് ഹിം. അവൻ്റെ മാതാപിതാക്കൾ അവനെ പട്ടിണിയിലാക്കി. ഹി ബിക്കെയിം വെരി ഹംഗ്രി. അവൻ വല്ലാതെ വിശന്നു. ഡ്യൂ ടു ഹങ്കർ ഹി ഡൈവ്ഡ് അറ്റ് എ ഫിഷ്. വിശപ്പ് കാരണം അവൻ ഒരു മത്സ്യത്തിനു വേണ്ടി എടുത്തു ചാടി. ദിസ് മെയ്ഡ് ഹിം ഫ്ലൈ ഫൈനലി. അത് ഒടുവിൽ അവനെ പറക്കാൻ പ്രേരിപ്പിച്ചു. ഐ വിൽ ഫ്ലൈ. അബ്ദുൽ കലാം വാസ് വെരി ഗുഡ് അറ്റ് ഇൻറ്ററാക്ടിംഗ് വിത്ത് യങ് പീപ്പിൾ. ചെറുപ്പക്കാരുമായി ഇടപഴകുന്നതിൽ അബ്ദുൽ കലാം വളരെ മിടുക്കനായിരുന്നു. ഹിസ് ഐഡിയാസ് ആർ വെരി മോട്ടിവേറ്റിംഗ് ടു ഓൾ ഓഫ് us. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ പ്രചോദനമാണ്. എവ്രി വൺ ക്യാൻ ഫ്ലൈ ഇഫ് വി ഹാവ് ദ അംബിഷൻ ടു ഫ്ലൈ. നമുക്ക് പറക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പറക്കാം. വി ഷുഡ് വർക്ക് ഹാർഡ്. നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. വി ഷുഡ് ഡ്രീം അബൌട്ട് അവർ ഗോൾസ്. നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണണം. ദർ ഈസ് നത്തിങ് ടു വറി. വിഷമിക്കേണ്ട കാര്യമില്ല. വി ഷുഡ് ബിലീവ് ഇൻ അവർ സെൽവ്സ്. നമ്മൾ നമ്മിൽ തന്നെ വിശ്വസിക്കണം. ഇഫ് എന്ന പാഠത്തിലേക്ക് പോകാം. ഇഫ് ഈസ് എ ഫേമസ് പോം. ഇഫ് അല്ലെങ്കിൽ എങ്കിൽ, ഇത് പ്രസിദ്ധമായ ഒരു കവിതയാണ്.
ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ നീഡ് ഫോർ സെൽഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ കവിത സംസാരിക്കുന്നത്. ദ പോയറ്റ് വാണ്ട്സ് എ പേഴ്സൺ ടു ഡ്രീം. ഒരു വ്യക്തി സ്വപ്നം കാണണമെന്ന് കവി ആഗ്രഹിക്കുന്നു. സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് ആർ കോമൺ ഇൻ ലൈഫ്. വിജയവും പരാജയവും ജീവിതത്തിൽ സാധാരണമാണ്. വി ഷുഡ് വർക്ക് ഹാർഡ്. നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. വി ഷുഡ് നോട്ട് കംപ്ലെയിൻ അബൌട്ട് അവർ ലോസസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ പരാതിപ്പെടരുത്. വി ഷുഡ് നോട്ട് ഹെയ്റ്റ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരെ വെറുക്കരുത്. വി ഷുഡ് ഓൾസോ റെസ്പെക്റ്റ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം. ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഗാന്ധി കെയിം ഇൻ ടു ദ ലൈഫ്സ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ആൻഡ് ഗവ് ദം ഹോപ്പ്. ഗാന്ധി ഇന്ത്യൻ ജനതയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവർക്ക് പ്രതീക്ഷകൾ നൽകി. ഹീ ഷോഡ് ദം എ വേ ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ്. അദ്ദേഹം ഇരുട്ടിൽ നിന്ന് ഒരു വഴി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ദ എസൻസ് ഓഫ് ഗാന്ധിജീസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ഗാന്ധിജിയുടെ പ്രബോധനങ്ങളുടെ സാരം നിർഭയത്വവും സത്യവുമായിരുന്നു. ഹി വാണ്ടഡ് ഇന്ത്യ ടു ബി എ പ്ലേസ് വെയർ പീപ്പിൾ ലിവ്ഡ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. എല്ലാ ഇന്ത്യക്കാരും തികഞ്ഞ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമായി ഇന്ത്യ മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ദർ വാസ് നോ റൂം ഫോർ ഡ്രിങ്ക്സ് ആൻഡ് ഡ്രങ്ക്സ്. മദ്യത്തിനും മദ്യപാനത്തിനും അവിടെ ഇടമില്ലായിരുന്നു. വിമൻ വെയർ ടു ഹാവ് ഈക്വൽ റൈറ്റ്സ് വിത്ത് മെൻ. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായ അവകാശങ്ങൾ ഉണ്ടായിരിക്കണം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് ആൻ എക്സലൻറ്റ് സ്റ്റോറി. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പൂക്കളുടെ വില ഒരു മികച്ച കഥയാണ്. ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ദ ലവ് ഓഫ് എ ഗേൾ ഫോർ ഹെർ ഡെഡ് ബ്രദർ. ഒരു പെൺകുട്ടിയുടെ മരിച്ചുപോയ സഹോദരനോടുള്ള സ്നേഹമാണ് കഥയുടെ പ്രധാന വിഷയം. മാഗി വാസ് 13 years old. മാഗിക്ക് 13 വയസ്സായിരുന്നു. ഷീ വാസ് വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ എ നിയർ ബൈ ഓഫീസ്. അവൾ അടുത്തുള്ള ഓഫീസിൽ ടൈപ്പിസ്റ്റായി ജോലി ചെയ്യുകയാണ്. മാഗി വാസ് എ ഹാർഡ് വർക്കിംഗ് ഗേൾ. കഠിനാധ്വാനിയായ ഒരു പെൺകുട്ടിയായിരുന്നു മാഗി. ഷീ ബിലോങ് ടു എ പുവർ ഫാമിലി വിത്ത് ഹെർ ഓൾഡ് മദർ. വൃദ്ധയായ അമ്മയോടൊപ്പം അവൾ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് കഴിയുന്നത്. ഷീ ഗവ് എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ഫോർ ഹെർ ബ്രദേഴ്സ് ഗ്രേവ്. അവളുടെ സഹോദരൻ്റെ കുഴിമാടത്തിൽ വയ്ക്കുവാൻ പൂക്കൾ വാങ്ങുവാൻ അവൾ ഒരു ഷില്ലിംഗ് ഗുപ്തയ്ക്ക് നൽകി. ഡെത്ത് ദ ലെവലർ. ഡെത്ത് ഈസ് എ ഗ്രേറ്റ് ലെവലർ. മരണം ഒരു വലിയ നിരപ്പാക്കുന്നയാളാണ്. ഇറ്റ് പുട്ട്സ് ആൻ എൻഡ് ടു ഓൾ ദ ഗ്ലോറീസ് ഓഫ് ലൈഫ്. അത് ജീവിതത്തിൻ്റെ എല്ലാ മഹത്വങ്ങളും അവസാനിപ്പിക്കുന്നു. വി ഡി നോട്ട് ഹാവ് എനി വെപ്പൺ എഗെയിൻസ്റ്റ് ഡെത്ത്. മരണത്തിനെതിരെ ഒരു ആയുധവും നമ്മുടെ പക്കലില്ല. വെൻ ഡെത്ത് കോൾസ് ഓൾ ഓഫ് us ഷുഡ് ഒബേ. മരണം വിളിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അനുസരിക്കണം. വി ഓൾ വിൽ ബി റെഡ്യൂസ്ഡ് ടു ഡസ്റ്റ്. നമ്മളെല്ലാവരും പൊടിയിലേക്ക് ചുരുങ്ങും. ഗുഡ് ആക്ഷൻസ് ഓഫ് പീപ്പിൾ വിൽ ബി റിമെമ്പേർഡ് ആഫ്റ്റർ ഡെത്ത്. മരണശേഷം ആളുകളുടെ നല്ല പ്രവൃത്തികൾ ഓർമ്മിക്കപ്പെടും. ദേ വിൽ ബി ലൈക്ക് സ്വീറ്റ് സ്മെല്ലിംഗ് ഫ്ലവേഴ്സ്. അവർ സുഗന്ധമുള്ള പൂക്കൾ പോലെയാകും. ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കാൻഡവ്. നമ്യുവാന ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. നമ്യുവാന ഒരു മനോഹരമായ ഗ്രാമമാണ്. ദ വിമൻ ഓഫ് നമ്യുവാന പെർഫോം എ സ്ട്രേഞ്ച് റിച്വൽ എവരി ഇയർ. നമ്യുവാനയിലെ സ്ത്രീകൾ എല്ലാ വർഷവും ഒരു വിചിത്രമായ ആചാരം നടത്തുന്നു. ദേ ഗ്യാദർ ഓൺ ദ ബീച്ച് ആൻഡ് സിങ് എ സോങ്. അവർ ബീച്ചിൽ ഒത്തുകൂടി ഒരു ഗാനം ആലപിക്കുന്നു. ദ സോങ് ഈസ് സോ മാജിക്കൽ. ഗാനം വളരെ മാന്ത്രികമാണ്. ഓൺ ഹിയറിംഗ് ദിസ് സോങ് എ ലോട്ട് ഓഫ് ജയന്റ് ടർട്ടിൽസ് വുഡ് റൈസ് ടു ദ സർഫസ്. ഈ ഗാനം കേൾക്കുമ്പോൾ ധാരാളം ഭീമൻ ആമകൾ കടലിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഉയരും. They would lie on the surface and listening to the song. അവർ ഉപരിതലത്തിൽ കിടന്നുകൊണ്ട് പാട്ട് കേൾക്കും. The Sarang of Rana Ganji. ഹസൻ വാസ് എ വെരി അഗ്ലി സീമാൻ. ഹസൻ വളരെ വിരൂപനായ ഒരു നാവികനായിരുന്നു. ഹി ഹാഡ് ഷോർട്ട് ലെഗ്സ് ആൻഡ് ലാർജ് ഹെഡ്. ചെറിയ കാലുകളും വലിയ തലയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രൂപം. ഹി വാസ് എ മുസ്ലിം. അയാൾ ഒരു മുസ്ലിം ആയിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് ഫ്യൂ വേർഡ്സ്. കുറച്ച് വാക്കുകളുള്ള അല്ലെങ്കിൽ കുറച്ച് സംസാരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. ഹി വാസ് ഫ്രം ദ പഞ്ചാബ്. അയാൾ പഞ്ചാബിൽ നിന്നുള്ള ആളായിരുന്നു. ഹി ഹാഡ് സ്പെൻഡ് 15 years ഇൻ ദ റാണാഗഞ്ചി. അദ്ദേഹം 15 വർഷം റാണാഗഞ്ചിൽ ചെലവഴിച്ചു. ഹി വാസ് അൺമാരീഡ്. അയാൾ അവിവാഹിതനായിരുന്നു. ഹി ഹാഡ് നോ ഇൻട്രസ്റ്റ് ഫോർ മണി. അയാൾക്ക് പണത്തോട് താല്പര്യമില്ലായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് കറേജ്, സെൽഫ് കൺട്രോൾ ആൻഡ് ഫെയ്ത്ത്. ധൈര്യവും ആത്മനിയന്ത്രണവും വിശ്വാസവുമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം.
ഹസൻ ആൻഡ് ദ ഡോക്ടർ ട്രീറ്റഡ് ദ പേഷ്യൻസ് വിത്ത് ഗ്രേറ്റ് കെയർ. ഹസനും ഡോക്ടറും വളരെ ശ്രദ്ധയോടെയാണ് രോഗികളെ പരിചരിച്ചത്. ഫോക്കസ് ഏരിയയായി തന്നിട്ടുള്ള പാഠങ്ങളുടെ ചെറിയൊരു സംഗ്രഹമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഈ പാഠങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും ഈ സമ്മറി എഴുതി വെച്ചാൽ നിങ്ങൾക്കൊരു മിനിമം മാർക്ക് കിട്ടും. അതുകൊണ്ട് ഈ 8 പാഠങ്ങളുടെ സംഗ്രഹം നിങ്ങൾ തീർച്ചയായും പഠിച്ചുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് പോകുവാൻ. അടുത്തതായി നമുക്ക് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് എ പോം. ഒരു പോം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരും. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു കവിതയായിരിക്കും തരുന്നത്. ആ കവിത വായിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുവാനാണ് ചോദിക്കുന്നത്. ഏത് കവിത ചോദിച്ചാലും നിങ്ങൾക്ക് ഈ 8 വാക്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മിനിമം മാർക്ക് കിട്ടും. 2, 3 അല്ലെങ്കിൽ 4 മാർക്ക് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് നോക്കാം. ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പോം. ഇത് വളരെ മനോഹരമായ ഒരു കവിതയാണ്. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് വെരി സിമ്പിൾ ലാംഗ്വേജ് ടു റൈറ്റ് ഹിസ് പോം. തൻ്റെ കവിത എഴുതുവാൻ വളരെ ലളിതമായ ഭാഷയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പോം ഈസ് വെരി ഈസി. കവിത മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമാണ്. ദ ലൈൻസ് ആർ വെരി സിമ്പിൾ. വരികൾ വളരെ ലളിതമാണ്. ദ പോയം ഹാസ് എ ഫൈൻ റിതം. കവിതയ്ക്ക് നല്ല താളമുണ്ട്. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി ഡിവൈസസ് ടു മേക്ക് ഹിസ് പോം എഫക്റ്റീവ്. തൻ്റെ കവിത ഫലപ്രദമാക്കുന്നതിന് കവി നിരവധി ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദ പോം ഗീവ്സ് അസ് എ ഫൈൻ മെസ്സേജ്. കവിത നമുക്ക് നല്ല സന്ദേശം നൽകുന്നു. ബിറ്റ്വീൻ ദ 2 പോയംസ് ഐ ലൈക്ക് ദിസ് പോം വെരി മച്ച്. 2 കവിതയും നോക്കുമ്പോൾ എനിക്ക് ഈ കവിത വളരെ ഇഷ്ടമാണ്. അടുത്തതായിട്ട് പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. നമുക്ക് നോക്കാം. Given below are the details of Dr. APJ Abdul Kalam, a great scientist and the former president of India. മഹാനായ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് ഹിം ഇൻ അബൌട്ട് 80 വേർഡ്സ്. ഏകദേശം 80 വാക്കുകളിൽ അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു ചെറു വിവരണം തയ്യാറാക്കുക. ഇങ്ങനെ ഒരു ചെറു വിവരണം തയ്യാറാക്കുവാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആകണമെന്നില്ല. മറ്റ് ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് ചില വിവരങ്ങൾ നൽകും. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു പാരഗ്രാഫ് തയ്യാറാക്കണം. അതാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ഇവിടെ ഉദാഹരണത്തിന് ഡോക്ടർ APJ അബ്ദുൽ കലാമുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഈ വിശദാംശങ്ങൾ എല്ലാം പഠിച്ച ശേഷം ഒരു ചെറു വിവരണം തയ്യാറാക്കുക. ഈ വിശദാംശങ്ങളെല്ലാം പഠിച്ച ശേഷം ഒരു ചെറു വിവരണം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. ഒരു പാരഗ്രാഫ് ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഹിൻസ്, സൂചകങ്ങൾ അല്ലെങ്കിൽ വിശദാംശങ്ങൾ എടുത്തുകൊണ്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കണം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ഹിൻസ് അവയെല്ലാം നന്നായി വായിച്ച ശേഷം അതെല്ലാം ഒരു സെൻറ്റൻസുകളാക്കി എഴുതണം. നമുക്ക് നോക്കാം. ഡോക്ടർ APJ അബ്ദുൽ കലാം, ബോൺ ഓൺ 15 ഒക്ടോബർ 1931, രാമേശ്വരം, തമിഴ്നാടു. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് 1931 ഒക്ടോബർ 15 ഡോക്ടർ APJ അബ്ദുൽ കലാം ജനിച്ചു. മിഡിൽ ക്ലാസ് ഫാമിലി, ഇടത്തരം കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഗ്രാജുവേറ്റഡ് ഇൻ ഫിസിക്സ് ഇൻ 1954. 1984 ഫിസിക്സിൽ ബിരുദമെടുത്തു. സ്പെഷ്യലൈസേഷൻ ഇൻ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്തു. ബിഗാൻ കരിയർ ഇൻ DRDO ഇൻ 1958. 1958 DRDOയിൽ തൻ്റെ കരിയർ ആരംഭിച്ചു. ജോയിൻഡ് ISRO ഇൻ 1963. 1963 ISROയിൽ ജോയിൻ ചെയ്തു. ഇൻവോൾവ് ഇൻ ഷേപ്പിംഗ് ഇന്ത്യൻ സാറ്റലൈറ്റ് ആൻഡ് ലോഞ്ച് വെഹിക്കിൾസ് ഓഫ് ISRO ആൻഡ് മിസൈൽ പ്രോഗ്രാം ഓഫ് DRDO. ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ രൂപപ്പെടുത്തുന്നതിലും ISROയുടെ ബഹിരാകാശ വാഹനങ്ങൾ വിക്ഷേപിക്കുന്നതിലും DRDOയുടെ മിസൈൽ പ്രോഗ്രാമിലും പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ ആയിരുന്നു അദ്ദേഹം. ശാസ്ത്ര ഉപദേഷ്ടാവ് എന്നാണ് അർത്ഥം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇൻ 2002. 2002 ഇന്ത്യയുടെ പ്രസിഡന്റായി. അവാർഡഡ് പത്മഭൂഷൺ, പത്മവിഭൂഷൺ ആൻഡ് ഭാരത് രത്ന. ഇന്ത്യ ഗവൺമെൻറ് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരത് രത്ന എന്നീ അവാർഡുകൾ അദ്ദേഹത്തിന് നൽകി.
കംപ്ലീറ്റഡ് ടേം ആസ് പ്രസിഡന്റ് ഇൻ ദി ഇയർ 2007. 2007 പ്രസിഡന്റ് പദവി പൂർത്തീകരിച്ചു. ഡൈഡ് ജൂലൈ 27, 2015. 2015 ജൂലൈ 27 അന്തരിച്ചു. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ് നൽകുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ ഒരു പാരഗ്രാഫ് തയ്യാറാക്കണം. എങ്ങനെയാണ് പാരഗ്രാഫ് തയ്യാറാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു ഹെഡിങ് നിങ്ങൾ കൊടുക്കണം. ആരെക്കുറിച്ചാണോ നിങ്ങൾ എഴുതുന്നത് ആ വ്യക്തിയുടെ പേര് നിങ്ങൾ കൊടുക്കണം. ഇവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് കൊടുത്തിരിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഓൺ 15th October 1931 അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാടു. നോക്കിക്കേ, ഇവിടെ വാസ് ബോൺ ഓൺ 15th October 1931 എന്നാണ് നൽകിയിരിക്കുന്നത്. അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാടു. ജനനത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വാസ് ബോൺ ഓൺ 15th October 1931. എവിടെയാണ് സ്ഥലം? അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാടു. ഇങ്ങനെയാണ് ഈ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. ഹി ബിലോങ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. ബിലോങ്ഡ്, ഒരു ഇടത്തരം കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ഹി വാസ് ഗ്രാജുവേറ്റഡ് ഇൻ ഫിസിക്സ് ഇൻ 1954. വാസ് ഗ്രാജുവേറ്റഡ്, ഫിസിക്സിൽ ബിരുദമെടുത്തത് 1954. Then he moved to Madras Institute of Technology to study aerospace engineering. കണ്ടോ, ഇവിടെ he moved to Madras Institute of Technology. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് അതിനുശേഷം അദ്ദേഹം പോയി. He started his career in 1958. Started. He joined ISRO in 1963. ISROയിൽ 1963 ജോയിൻ ചെയ്തു. He was involved in shaping Indian satellite and launch vehicles of ISRO and missile programs of DRDO. He was involved. അദ്ദേഹം പങ്കുചേർന്നു. Shaping Indian satellite and launch vehicles of ISRO and missile programs of DRDO. ഇന്ത്യൻ സാറ്റലൈറ്റ് നിർമ്മാണത്തിലും അതുപോലെ തന്നെ ബഹിരാകാശ വാഹനങ്ങളുടെ നിർമ്മാണത്തിലും മിസൈൽ നിർമ്മാണത്തിലുമൊക്കെ അദ്ദേഹം പങ്കുചേർന്നു. He was also the principal scientific advisor to Government of India. കണ്ടോ, ഇവിടെ was ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. He became President of India on 25th July 2002. 2002 ജൂലൈ 25 ഇന്ത്യയുടെ പ്രസിഡന്റായി മാറി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓണേഡ് ഹിം വിത്ത് പത്മഭൂഷൺ, പത്മവിഭൂഷൺ ആൻഡ് ഭാരത് രത്ന. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരത് രത്ന എന്നീ അവാർഡുകൾ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് നൽകി. ഹി കംപ്ലീറ്റഡ് ടേം ആസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇൻ ദി ഇയർ 2007. 2007 പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന പദം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. ഹി പാസ്ഡ് അവേ ഓൺ 27th July 2015. 2015 ജൂലൈ 27 അദ്ദേഹം അന്തരിച്ചു. മരണത്തെക്കുറിച്ച് പാസ്ഡ് അവേ എന്ന് നമുക്ക് പറയാം. ഈ പാരഗ്രാഫ് നമുക്കൊന്നുകൂടി നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാവും. നോക്കിക്കേ, വാസ് ബോൺ അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാടു. ഹി ബിലോങ്ഡ്. ഹി വാസ് ഗ്രാജുവേറ്റഡ്. ഹി മൂവ്ഡ് ടു മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഹി സ്റ്റാർട്ടഡ് ഹിസ് കരിയർ. ഹി ജോയിൻഡ്. He was involved. He was also the principal scientific advisor. He became. India honored him. He completed term as President of India. He passed away on 27th July 2015. നോക്കിക്കേ, എല്ലാം പാസ്റ്റ് ടെൻസിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു പാരഗ്രാഫാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. കുറച്ച് ഹിൻസ് തന്നു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ് പാരഗ്രാഫ് ആക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് വ്യക്തിയെക്കുറിച്ചും ഒരു ചെറു വിവരണം എഴുതുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള പ്രൊഫൈൽ റൈറ്റിംഗ് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഒരിക്കലും അത് നിങ്ങൾ എഴുതാതിരിക്കരുത്. നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെയെങ്കിലും അത് ഒന്ന് യോജിപ്പിച്ച് ഒരു പാരഗ്രാഫാക്കി വെക്കണം. മിനിമം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി പ്രൈസി റൈറ്റിംഗ് ആണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. റീഡ് ദ എക്സെപ്റ്റ് ബിലോ ആൻഡ് റൈറ്റ് എ പ്രൈസി റെഡ്യൂസിങ് ദ പാസേജ് ടു ഇറ്റ്സ് 1/3 ലെങ്ത്. താഴെ കൊടുത്തിരിക്കുന്ന ഈ പാരഗ്രാഫ് വായിക്കുക. അതിനുശേഷം അത് 1/3 ചുരുക്കുക. നോക്കിക്കേ, നിങ്ങളുടെ +1 പരീക്ഷയ്ക്ക് ഉറപ്പായും ഇങ്ങനെ ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് 1/3 ചുരുക്കി എഴുതണം. ഇതാ ഇവിടെ ചുരുക്കി എഴുതിയിരിക്കുകയാണ്. ഇതാ ഇങ്ങനെ.
ഇതാ കണ്ടില്ലേ, വലിയ ഒരു പാരഗ്രാഫ് മുകളിലുണ്ട്. അതിനെ മൂന്നിലൊന്നായി സംഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയുമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് മൂന്നിലൊന്നായി സംഗ്രഹിക്കേണ്ടത്. എങ്ങനെയാണ് സംഗ്രഹിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറേ അധികം രീതികളുണ്ട്. 2 or 3 തവണ നന്നായി പാരഗ്രാഫ് വായിക്കുക. അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ അത് മൂന്നിലൊന്നായി ചുരുങ്ങും. ഒരു ഹെഡിങ് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതിനുശേഷം മൂന്നിലൊന്നായി ചുരുക്കി എഴുതുക. ഈ പാരഗ്രാഫ് ഞാൻ വായിച്ച് ഇതിൻ്റെ അർത്ഥം ഒന്നും പറയുന്നില്ല. കാരണം ഇങ്ങനെ ഒരു പാരഗ്രാഫ് ആയിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ പാരഗ്രാഫ് എന്തിനെക്കുറിച്ചാണോ അതുമായി ബന്ധപ്പെട്ട ഒരു ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം എടുത്ത് ഒരു ചെറിയ പാരഗ്രാഫ് ആക്കി എഴുതുക. പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ഒന്നും മനസ്സിലായില്ലെങ്കിലും അതിൽ പ്രധാനപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് സെൻറ്റൻസുകൾ എടുത്ത് ചുരുക്കി എഴുതിയാലും നിങ്ങൾക്ക് ഒരു മിനിമം മാർക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് ഉത്തരം എഴുതണം. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വീഡിയോ നിങ്ങളെ ഇംഗ്ലീഷ് പരീക്ഷ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം തയ്യാറാക്കിയതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായി പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഇംഗ്ലീഷ് പരീക്ഷ ജയിക്കും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.